അനുഗ്രഹിക്കുന്ന ദൈവമാണ്, സുഖപ്പെടുത്തുന്ന ദൈവമാണ്, അല്ലേ? നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾക്കൊന്നും എതിര് നിൽക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം, അല്ലേ? നമ്മുടെ ആഗ്രഹങ്ങൾക്കൊന്നും ദൈവം എതിരല്ല, അല്ലേ? വചനം നമ്മൾ ജപമാലയിടയ്ക്ക് കേട്ടു, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാകുന്നു, അല്ലേ? നമ്മളെപ്പോഴും ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാകുന്നു. അത് ഏതാ വചനം? പുറപ്പാട് 15:26. നമ്മൾ രോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ്, ഇതാ കർത്താവ് നിന്നെ സുഖപ്പെടുത്തും, ഞാനാണ് നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവം. ആ വചനത്തിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ പറയുന്നത്, അല്ലേ? അതിനൊരു ആദ്യ ഭാഗമില്ല, അതിനൊരു ആദ്യ ഭാഗമുണ്ട്. അത് ബോധപൂർവം നമ്മൾ മാറ്റിക്കളയുക, അല്ലെങ്കിൽ അത് അനുസരിക്കുന്നില്ല. ആദ്യ ഭാഗം അനുസരിച്ചിട്ട് നീ വചനത്തിലൊന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു നോക്കി, അത്ഭുതങ്ങൾ കാണാൻ പറ്റും. ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാൻ പറ്റും. നമുക്ക് വേണ്ടിയാണെങ്കിലും മൂന്നാമതൊരു വ്യക്തിക്ക് വേണ്ടിയാണെങ്കിലും നമുക്ക് അത്ഭുതങ്ങൾ കാണാൻ പറ്റും. അതിൻ്റെ ആദ്യ ഭാഗം എന്താ പറയുന്നത്? അവിടുന്ന് അരുളി ചെയ്തു. ആരാണ് ദൈവം അരുളി ചെയ്തു? ആരോടാ ദൈവം അരുളി ചെയ്യുന്നത്? ആരോടാ ദൈവം അരുളി ചെയ്യുന്നത്? തൻ്റെ മക്കളോടാണ് ദൈവം അരുളി ചെയ്യുന്നത്. തൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ ആരാണത്? ലോകത്തുള്ള മുഴുവൻ ജനതകളും ദൈവത്തിൻ്റെ മക്കളാണ്. പക്ഷെ ദൈവം അരുളി ചെയ്യുന്നത് ആരോടാണ്? ദൈവം അരുളി ചെയ്യുന്നത് ആരോടാണ്? കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ സന്നദ്ധിയിൽ ശരിയായി ഇത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടുത്തെ ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്യുന്നവരോടാണ് ദൈവം അരുളി ചെയ്യുന്നത്. എന്ത്? ഞാൻ നിന്നെ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അവസാനത്തേക്ക് പോരട്ടെ, ആദ്യത്തെ അവിടെ നിൽക്കട്ടെ. എനിക്ക് പറ്റത്തില്ല. കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളൊക്കെ അങ്ങ് അച്ചട്ട മാതിരി അതനുസരിക്കാൻ ആവോ? മനുഷ്യനെ കൊണ്ടാകോ? എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് കർത്താവേ, തൽക്കാലം അത് പെൻഡിങ്ങിൽ വെക്കുന്നു, മറ്റതിങ്ങെടുത്താ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് നമ്മളോട് അരുളി ചെയ്യുകയാണ്. വീണ്ടും കർത്താവ് അരുളി ചെയ്യും. മക്കളെ, ഈ ആദ്യത്തെ കാര്യം ഓർഡറിലേക്ക് വന്നാൽ അവസാനത്തെ കാര്യം ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടങ്ങ് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാ നമുക്ക് പ്രാർത്ഥിക്കുന്നത് കിട്ടാത്തത്? എന്തുകൊണ്ടാ എല്ലാ രോഗികളും സുഖം പ്രാപിക്കാത്തത്? എല്ലാ രോഗികളും സുഖം പ്രാപിക്കുമോ? എല്ലാവരും സുഖം പ്രാപിച്ചോളുന്നില്ല. എല്ലാ വിഷയങ്ങൾക്കും ഉത്തരം കിട്ടിക്കൊള്ളണമെന്നുമില്ല. എന്നാൽ ഇവിടെ ഈ ആദ്യ ഭാഗം നമ്മൾ അക്ഷരം പറഞ്ഞു, ഇത് ലിറ്ററലി ഇത് അങ്ങനെ തന്നെ ഒന്ന് പാലിച്ചു നോക്കുക, അനുസരിച്ച് നോക്കുക. എന്നിട്ട് അവസാനത്തെ സംഭവം ഒന്ന് ചോദിക്കുക. അപ്പൊ നമുക്കത് ലഭിക്കുമോ ഇല്ലയോ എന്ന് ഒന്ന് പരീക്ഷിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു വചനമാണ്. ഏതൊരു പ്രശ്നമായിട്ട് ആര് വന്നാലും പറയും, സഹോദര അല്ലെങ്കിൽ സഹോദരി അല്ലെങ്കിൽ മോനെ മോളെ, നിങ്ങളെക്കുറിച്ച് ആ തമ്പുരാന് വലിയ ഒരു പദ്ധതി ഉണ്ട്. വലിയ പ്രത്യാശ കൊടുക്കുന്ന വചനമാണ്, അല്ലേ? വലിയ പ്രത്യാശ നൽകുന്ന വചനമാണ്. നിങ്ങളെ കുറിച്ച് ദൈവത്തിന് മനോഹരമായ ഒരു പദ്ധതിയുണ്ട്. അത് എന്താണ് ആ പദ്ധതി എന്നുള്ളതാണ്. ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള പദ്ധതി എന്താണ് ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള പദ്ധതി എന്താണ്? നന്മയായിട്ടുള്ളതാണ്, ശുഭമായിട്ടുള്ളതാണ്. അതൊക്കെ ശരി തന്നെ, അതെല്ലാം ശരി തന്നെ. ആ വചനത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരണം. എല്ലാം കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അവസാന ഭാഗത്തേക്ക് വരുമ്പോ എന്താ പറയുന്നത്? ജെറമ്യാ 29 11 ആദ്യം പറഞ്ഞത്. അതിന്റെ 12, 13 വചനങ്ങൾ വായിച്ച്.
കണ്ടോ കണ്ടോ കണ്ടോ, എന്താ പദ്ധതി? എന്നെ വിളിച്ച് അപേക്ഷിക്കാനുള്ള, അന്വേഷിച്ചെന്നെ കണ്ടെത്താനുള്ള പദ്ധതി. എന്താണ് പദ്ധതി? ആ പദ്ധതിയാണ് ഇവിടെ ഇതാ നിറവേറിക്കൊണ്ടിരിക്കുക. എന്ത് എന്ത്? കർത്താവിനെ ആരാധിക്കുക, കർത്താവിനെ ആരാധിക്കുക. ഏതൊരു വിഷയത്തിലും, ഏതൊരു പ്രശ്നത്തിലും ആ പ്രശ്നത്തിനുള്ള ഉത്തരം, ആ പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണ്? കർത്താവിനെ ആരാധിക്കുക, ആരാധിക്കുക, ആരാധിക്കുക. ഇതിനപ്പുറം വേറെ ഒന്നുമില്ല. ആരാധനയിലാണ് ദൈവത്തെ നാം മുഖാഭിമുഖം കാണുന്നത്, കണ്ടെത്തുക. അത് നമ്മുടെ കഴിവും എടുക്കുകയല്ല. വചനം വീണ്ടും പറയുന്നുണ്ട്, 13 വെച്ച് 13 എന്താ പറയുന്നത്? നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ. അപ്പൊ ആരാധന ആത്മാവിലും സത്യത്തിലും നിറഞ്ഞതായിരിക്കണം. ഇതാണ് പൂർണ്ണ ഹൃദയത്തോടെ, അല്ലെ? പൂർണ്ണ ഹൃദയത്തോടെ. വേറൊരു ഭാഗത്ത് പറയുന്നത് പൂർണ്ണ ശക്തിയോടെ, അല്ലേ? നിങ്ങളെ സ്നേഹിക്കണം. പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ. അതേ മീനിങ് ആണ് ഇവിടെ ചോദിച്ചേ. പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിച്ചാൽ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടവരുത്തും. ആരെ കണ്ടെത്താൻ? ആരാധിക്കുന്ന മക്കൾക്ക് ദൈവത്തെ കണ്ടെത്താൻ ദൈവം ഇടവരുത്തും. ഇതാണ് ആരാധനയിൽ കിട്ടുന്ന അനുഗ്രഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാ ആരാധിക്കുന്നത്? എന്തിനാ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്? എന്തിനാ പ്രാർത്ഥന? ദിവസവും കൊച്ചുകുഴപ്പക്കാലത്ത് വെച്ച് എന്തിനാ പോകുന്നത്? ദിവസേട്ടാ എന്തിനാ പോകുന്നത്? ചോദിക്കുന്നവരോട് പറയാൻ ആൻസർ ഉണ്ടായിരിക്കണം. എന്തിനാ പോകുന്നത്? എല്ലാറ്റിൻ്റെയും പരിഹാരം, സർവത്തിൻ്റെയും ഉത്തരം ആരാധന മാത്രമാണ്. എന്തിനാ ആരാധിക്കുന്നത്? എന്റെ ദൈവത്തെ മുഖാഭിമുഖം കണ്ടെത്താൻ വേണ്ടിയാണ്. വേറെ ഒരു വഴിയും ദൈവത്തെ കണ്ടെത്താൻ വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നില്ല. വേറൊരു വഴിയും. വീട് വെച്ചു കൊടുത്തു, രോഗികൾക്ക് സഹായിച്ചു, കല്യാണം നടത്തി കൊടുത്തു, അരി മേടിച്ചു കൊടുത്തു, അനാഥാലയത്തിലേക്ക് ഇഷ്ടംപോലെ സാധനം കൊടുത്തു, നമ്മളും കൊടുത്തു. ഇതെല്ലാം ചെയ്തു. ഇവിടെ ഒന്നും ദൈവത്തെ നിനക്ക് മുഖാഭിമുഖം കണ്ടെത്താൻ കഴിയില്ല. നിനക്ക് കഴിയുന്ന ഒരേ ഒരു സംഭവം, ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ഏതാണ്? ആരാധിക്കുക. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ആരാധിക്കുന്ന സമൂഹത്തിലേക്ക്, വ്യക്തികളിലേക്ക് ദൈവം തന്റെ സാന്നിധ്യം ഇറക്കും. ദൈവത്തിന്റെ ശക്തി ഇറക്കും, സാന്നിധ്യം ദൈവം ഇറക്കും. ആ ദൈവികമായ സാന്നിധ്യത്തിന് പ്രസൻസ് ഓഫ് ഗോഡ് അത് ഇറങ്ങി വരും. അതിനകത്ത് സർവ്വതമുണ്ട്. ആ ആരാധന സർവ്വതമുണ്ട്. പവർ ഓഫ് ഗോഡ്, ദ ലവ് ഓഫ് ഗോഡ്, ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദ മേഴ്സി ഓഫ് ഗോഡ്, സർവ്വതും അതിനകത്ത് നിറയുക. അപ്പോഴാണ് നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ, ദൈവാനുഭവം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിട്ട് ദൈവത്തെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഉള്ളിൽ നിറയുന്ന ഒരു അനുഭവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഫിസിക്കൽ ബോഡിയോട് കൂടി നമുക്ക് കാണണമെന്നില്ല. ഉത്തിതനായ ഈശോ അല്ലേ, അരൂപിയുടെ തലത്തിലേക്കാണ് ഉയർന്നത്. അരൂപിയായ ദൈവം, ഉത്തിതനായ ദൈവം ഒരേ സമയം അരൂപിയായിരിക്കുവാനും ശരീരത്തിലായിരിക്കുവാനും ആർക്ക് സാധിക്കും? ദൈവത്തിന് കഴിയും, ഈശോയ്ക്ക് കഴിയും. അതുകൊണ്ടാണ് നമ്മൾ അടച്ചിട്ടിരുന്ന മുറിക്കുള്ളിലേക്ക് ഈശോ കടന്നു വന്നത്. ഭയന്നിരുന്ന അപ്പോസ്തലന്മാരുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, എന്നാ പറഞ്ഞേ? നിങ്ങൾക്ക് സമാധാനം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21-22 തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? നിങ്ങൾക്ക്
സമാധാനം. ഈശോയുടെ സാന്നിധ്യം ആ ഫിസിക്കൽ ബോഡിയിൽ നമ്മൾ അനുഭവിക്കണമെന്നില്ല. ആരാധനയിൽ കിട്ടുന്നത് നമുക്ക് ഈ ഒരു അനുഭവമാണ്. അരൂപിയായ ദൈവ സാന്നിധ്യം നമ്മിൽ നിറയുന്ന അനുഭവം. അതിന് പൂർണ്ണമായും ഞാനെന്ന വ്യക്തി ഇല്ലാതായിട്ട് ദൈവികതയിലേക്ക് എൻ്റെ മനസ്സും ആത്മാവും ശരീരവും ഉയരണം. ഹല്ലേലൂയ. ആത്മാവും മനസ്സും മാത്രം പോരാ, ശരീരവും ഉയരണം. ശരീരം ദൈവികതയിലേക്ക് ഉയരണമെന്ന് ഞാൻ പറഞ്ഞത്, ശരീരത്തെ കുറിച്ചൊരു ചിന്ത പോലും വരാൻ പാടില്ല. ആരാധിക്കുമ്പോൾ ശരീരത്തെ കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടാണ് ആരാധന സമയത്ത് കൈ ചലിപ്പിക്കാൻ, കാല് ചലിപ്പിക്കാൻ നമുക്ക് കഴിയാത്തത്. അതരം തുറക്കാൻ, ഹൃദയം തുറക്കാൻ നമുക്ക് കഴിയാത്തത് എന്തുകൊണ്ടാ കഴിയാത്തത്? ശരീരത്തെ കുറിച്ച് എന്റെ ശരീരം ആടുമ്പോ അവര് കാണും, അവള് കാണും, അങ്ങനെ ആട്ടേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ ഇളക്കേണ്ട കാര്യമൊന്നുമില്ല. ആരാധനയ്ക്ക് ഒരു സംഭവം കൂടിയുണ്ട്. എന്താണത്? ആരാധനയ്ക്ക് എന്തുണ്ട്? ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട് ആരാധനയ്ക്ക്, ഇല്ലേ? വിശുദ്ധ ഗ്രന്ഥത്തില് അനേകം ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ആരാധന, അല്ലേ? ഏറ്റവും നല്ല ഉദാഹരണമാണ് രാജാവ്. ആരത്? ദാവീദ് രാജാവ് വാഗ്ദാന പേടകത്തിന്റെ മുൻപില് കേവലം അത് ഒരു ദാസനേക്കാളും ഹീനമായ രീതിയിൽ, അങ്ങനെയാണ് ഭാര്യ പറഞ്ഞത്, അല്ലേ? ദാവീദിന്റെ ഭാര്യ പറഞ്ഞത് അങ്ങനെയാണ്. ഒരു ദാസനേക്കാൾ ഹീനമായ രീതിയിൽ ഇന്ന് ഇസ്രായേലിന്റെ രാജാവ് ഒരാഫാസനെ പോലെ തുള്ളിച്ചാടുന്നത് ഞാൻ കണ്ടുമട്ടപ്പാവിൽ നിന്നാണ് അവൾ പറഞ്ഞത്, അല്ലേ? ഇപ്പൊ ദാവീദ് ഒരു കാര്യം പറയുന്നുണ്ട്. എന്നതാ? ഇതിലും തരം താണ രീതിയില് എന്റെ കർത്താവിനെ ഞാൻ ആരാധിക്കും. കണ്ടോ? നൃത്തം ചെയ്ത് തുള്ളിച്ചാടി ഉടുതുണി പോലും അഴിഞ്ഞു പോയത് അറിഞ്ഞില്ല. കേവലം ഒരു ദാസൻ എടുക്കുന്ന ഒരു കച്ചമുണ്ട്, ഒരു ചെറിയ മുണ്ട് മാത്രം ആയിപ്പോയി. അങ്ങനെ അപ്പൊ അവിടെ എന്താണ് യഥാർത്ഥത്തിൽ ബോഡി ലാംഗ്വേജ് അവിടെ വന്നോ? ശരീരത്തെ നോക്കിയോ? ശരീരത്തെ കുറിച്ച് ചിന്തിച്ചോ? 100% ആത്മാവിലും സത്യത്തിലും ആരാധന ഉയർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഉയർന്നത് കൊണ്ടാണ് അവന് തന്റെ ശരീരത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാതെ പോയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ദൈവ സാന്നിധ്യത്തിൽ 100% ആയിരിക്കുമ്പോ നഗ്നനാണെന്ന് തോന്നത്തില്ല. അതുകൊണ്ടല്ലേ നമ്മുടെ ആദ്യത്തെ അപ്പച്ചനും അമ്മച്ചിക്കും തുണി ഉണ്ടായിരുന്നോ? ആദ്യം തുണി ഉണ്ടായിരുന്നോ? ഇല്ല. അങ്ങനെ ചിന്ത അവർക്ക് വന്നില്ല. കാരണം എന്താ? 100% ആരോട് കൂടിയായിരുന്നു? ദൈവ സാന്നിധ്യത്തിലായിരുന്നു അവരുടെ ജീവിതം, ദൈവത്തോട് കൂടിയായിരുന്നു അവരുടെ ജീവിതം. എന്നാൽ ഒരു ബലഹീന നിമിഷത്തില് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് സാത്താൻ പ്രലോഭിപ്പിച്ച് അവരെ അകറ്റിയപ്പോൾ ആദ്യമേ തന്നെ അവർക്ക് എന്ത് മനസ്സിലായി? ഞങ്ങൾ കണ്ടോ ബോഡിയെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി, ബോഡിയിലേക്ക് നോക്കാൻ തുടങ്ങി, ശരീരത്തിലേക്ക് നോക്കാൻ തുടങ്ങി. അവരെ മറ്റേ അത്തി ഇല കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു, അത്തി ഇല കൊണ്ട് ഉടുപ്പുണ്ടാക്കി എന്തുവാട്ടെ ഉണ്ടാക്കി ചിറ്റി എന്നൊക്കെയാ പറയുക. അപ്പൊ നമുക്ക് ആരാധന എന്ന് പറയുന്നത് അത് എല്ലാം മറന്നുള്ള ഒരു അഭിഷേകത്തോടെയുള്ള ആ ആരാധനയിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. ഇല്ലേ? എണ്ണി ചില അനുഗ്രഹങ്ങൾ കർത്താവ് പറയുന്നില്ലേ? ഇല്ലേ? 23, 25 പുറപ്പാട്. ജവമാലയുടെ സമയത്ത് ആരാ? ജോസേട്ടനാണോ പറഞ്ഞത്? മാത്രം ജവമാലയുടെ സമയത്ത് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? ജോസേട്ടാ, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം. അല്ലേ? വാക്കിന്റെ വ്യത്യാസം കണ്ടോ? ആരാധിക്കണം, മസ്റ്റാണത്. ആരാധിക്കണം. അങ്ങനെ ആരാധിച്ചാൽ നിന്റെ ഭക്ഷ്യവും പാനീയവും എന്ന് പറയുമ്പോ അത് വെറും ശാപ്പാടിന്റെ കാര്യമാണോ? അല്ല. ഭൗതികമായിട്ടുള്ള നമ്മുടെ
A to Z എല്ലാ കാര്യങ്ങളും ഒരു ദൈവ പൈതലിന്റെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, ആവശ്യമുള്ള അവന്റെ ജീവിതത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ദൈവം ആശീർവദിച്ച് അനുഗ്രഹിച്ച് നമുക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിലുണ്ട് സർവ്വതും അതിലടങ്ങിയിട്ടുണ്ട്. പിന്നെ വന്ധ്യത ഉണ്ടാകത്തില്ല, ഗർഭത്തിൽ ഉണ്ടാകത്തില്ല, അല്ലേ? അതൊക്കെ പറഞ്ഞ് താഴേക്ക് പറയുന്നുണ്ട്. ഇതെല്ലാം ഇതിനകത്ത് പെടും. ആ രണ്ടാമത്തെ ഭാഗത്ത് ഇതെല്ലാം പെടും. നിന്റെ ഭക്ഷ്യവും പാനീയവും ഞാൻ ആശീർവദിക്കും, ഞാൻ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ അത് അനുഗ്രഹിച്ച് ആശീർവദിച്ച് നിനക്ക് ഞാൻ നൽകും. എപ്പോൾ? there is one condition. എപ്പോൾ? ആരാധിക്കുമ്പോൾ. എങ്ങനെയുള്ള ആരാധന? പിടിച്ചു വെക്കാത്ത ആരാധന, ഈ മസിൽ പിടിക്കാത്ത ആരാധന. അയ്യോ ഇത്രയും മതി. ഒരു ലിമിറ്റേഷൻ എല്ലാത്തിനും നല്ലതാ, അല്ലേ? ലിമിറ്റേഷൻ. ആരാധനയ്ക്ക് ലിമിറ്റേഷൻ ഇല്ല. കളിയാക്കും, ചിലപ്പോൾ കളിയാക്കും. നമ്മുടെ പ്രാർത്ഥന ആരാധന കാണുമ്പോൾ മറ്റുള്ളവർ ചിലപ്പോൾ കളിയാക്കിയിട്ട് വരും. പരസ്പരം കുറ്റം അങ്ങോട്ട് പറഞ്ഞു വരും, ആളുടെ കുറ്റം പറഞ്ഞു വരും. അങ്ങോട്ട് ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. അപ്പോ ദാവീദ് രാജാവ് ചെയ്തത് ഓർത്താൽ മാത്രം മതി, അത് മാത്രം മതി. ഇങ്ങനെ ആരാധിക്കാൻ മക്കളെ നമുക്ക് കഴിയും. മനസ്സ് വെച്ചാൽ കഴിയും. കാരണം ഇത് സാധിപ്പിച്ചു തരുന്നത് ആരാ? തമ്പുരാനാണ്, മനുഷ്യനല്ല, നമ്മളല്ല. മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ്, അഥവാ ദൈവത്തിന്റെ കൃപയാണ്. കേട്ടോ, ദൈവത്തിന്റെ ദയയാണ്, തമ്പുരാന്റെ കൃപയാണ് നമ്മളെ ആരാധിക്കുവാൻ, അഭിഷേകത്തിൽ പ്രാർത്ഥിക്കുവാൻ നമ്മളെ സഹായിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അനുഗ്രഹം വേണോ, സൗഖ്യം വേണോ, ഒറ്റ കാര്യം ചെയ്താൽ മതി. പരിസരം നോക്കാതെ, വ്യക്തികളെ നോക്കാതെ, കുടുംബത്തിൽ അപ്പനെയോ അമ്മയോ ആരും നോക്കാതെ, നീ ഗസ്റ്റുകൾ വന്നെങ്കിൽ അവരെ നോക്കാതെ, തമ്പുരാനെ മാത്രം നോക്കിക്കൊണ്ട് നിർലജ്ജം, നിർഭയം നീ ദൈവത്തെ ആരാധിക്കുവാൻ നിന്റെ മനസ്സിന്, നിന്റെ ഹൃദയത്തെ, നിന്റെ ശരീരത്തെ നീ ഒരുക്കിയാൽ ആ നിമിഷം ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ ആഗ്രഹങ്ങളുടെ മേൽ, നിന്റെ ആവശ്യങ്ങളുടെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ വന്ന് നിറയുന്നത് നിനക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്യാരണ്ടി ഇതാണ് ഗ്യാരണ്ടി. തമ്പുരാൻ തന്നിരിക്കുന്ന വചനം, മാറ്റമില്ലാത്ത അവന്റെ ജീവന്റെ വചനം. ആ വചനത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, ഞാനല്ല പറഞ്ഞത്, ആ വചനത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അത് സംഭവിക്കും, അത് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എണീച്ചു നിൽക്കാം, സ്വാധീനിക്കാം. കർത്താവിനെ ആരാധിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. അല്പസമയം കർത്താവിന്റെ ആത്മാവിന്റെ ശ്രദ്ധത്തിൽ നമ്മൾ ആരാധിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. ഒന്നും നോക്കരുത്, ഇടപെടും ആരും